മധ്യമനികായ 139 അരണ വിഭംഗ സൂത്ത്. അരണ എന്ന് പറയുമ്പോൾ ശാന്തി, വിഭംഗം എന്ന് പറയുന്ന സമയത്ത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വിഭാജനം. ഈ സൂത്രം നമ്മൾക്ക് എങ്ങനെയാണ് ധർമ്മം പഠിപ്പിക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. അതുകൂടാതെ ഏതെല്ലാം സുഖമുണ്ട്, എല്ലാ സുഖങ്ങളും നമ്മൾ ഭയക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ചേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, അഭിവന്ദ്യ ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, അരണവിഭംഗം എന്ന് പറയുന്ന ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരാം. ശ്രദ്ധയോടുകൂടി ഇതിനെ കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകരുത്. അത് ഹീനമാണ്, ഗ്രാമത്തിലെ ജനങ്ങൾ ചെയ്യുന്നതാണ്, പൊതുജനിക സാധാരണ ജനങ്ങൾ ചെയ്യുന്നതാണ്, അനാര്യന്മാർ ചെയ്യുന്നതാണ്, അനർത്ഥത്തിന് കാരണമാണ്. അതുപോലെ തന്നെ അധികം ക്ലേശമുണ്ടാക്കുന്ന, കായക്ലേശമുണ്ടാക്കുന്ന കഠിന തപശ്ചര്യകളും ചെയ്യരുത്. അത് ദുഃഖമുണ്ടാക്കുന്നതാണ്, അനാര്യന്മാരുടേതാണ്, അനർത്ഥം കൊണ്ടുവരുന്നതാണ്. ഭിക്ഷുക്കളെ, ഈ രണ്ട് മാർഗങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് തഥാഗതൻ മധ്യം മാർഗം കണ്ടുപിടിച്ചു. അതുമൂലം ജ്ഞാനമുണ്ടാകും, ദർശനമുണ്ടാകും, ശാന്തിയിലേക്ക് നയിക്കും, സ്വന്തം ജ്ഞാനത്താൽ നമുക്കറിയാൻ സാധിക്കുന്നതാണ്, സംബോധി ലഭിക്കുന്നതാണ്, നിർവ്വാണം ലഭിക്കുന്നതാണ്. പ്രശംസ എന്താണ്, നിന്ദ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. പ്രശംസ എന്ത്, നിന്ദ എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് അവയെ ഒഴിവാക്കിക്കൊണ്ട് ധർമ്മം മാത്രം പഠിപ്പിക്കണം. സുഖങ്ങളെ എങ്ങനെ തരംതിരിക്കാം എന്ന് പഠിക്കണം. ഇത് പഠിച്ചുകൊണ്ട് ഉള്ളിലെ സുഖം നമ്മൾ തേടണം. ഒരിക്കലും ആൾക്കാരെ പറ്റി അവരുടെ പിന്നിൽ മറ്റുള്ളവരോട് സംസാരിക്കരുത്. അവരുടെ മുന്നിൽ മുഖമടച്ച് സംസാരിക്കരുത്. ഭിക്ഷുക്കളെ, ഒരു കാരണവശാലും വേഗത്തിൽ സംസാരിക്കരുത്. വളരെ പതുക്കെയും സംസാരിക്കരുത്. പ്രാദേശിക ഭാഷ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. സാമൂഹിക ഭാഷ ഒഴിവാക്കരുത്. ഭിക്ഷുക്കളെ, ഇതാണ് അരണവിഭംഗ ഉപദേശം. ഒരിക്കലും ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെടരുത്. അത് ഹീനമാണ്, ഗ്രാമ്യമാണ്, പൊതുജനികം ആണ്, അനാര്യന്മാരുടേതാണ്, അനർത്ഥ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കഠിന തപശ്ചര്യകളും ചെയ്യരുത്. അത് ദുഃഖമാണ്, അനാര്യരുടേതാണ്, അനർത്ഥം ഉണ്ടാക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? ഇന്ദ്രിയ സുഖങ്ങളുടെ സുഖം എന്ന് പറയുന്നത് ഹീനമാണ്, ഗ്രാമ്യമാണ്, പൊതുജനികമാണ്, അനാര്യന്മാരുടേതാണ്, അനർത്ഥ സംഹിതം ആണ്. ഈ തരത്തിലുള്ള ധർമ്മത്തിൽ ദുഃഖം, കഷ്ടം, പ്രശ്നം, കളങ്കം ഇവ നിറഞ്ഞിട്ടുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള മാർഗമാണ്. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ ആ ധർമ്മം ദുഃഖകരമല്ല, കഷ്ടമുണ്ടാക്കുന്നതല്ല, ദ്രോഹമുണ്ടാക്കുന്നതല്ല, കളങ്കുന്നതല്ല. അത് ശരിയായിട്ടുള്ള മാർഗമാണ്. കായക്ലേശം ഉണ്ടാക്കുന്ന കഠിന തപശ്ചര്യ അനുഷ്ഠിക്കുന്നത് ദുഃഖകരമാണ്, അനാര്യരുടേതാണ്, അനർത്ഥമുണ്ടാക്കുന്നതാണ്. ഈ ധർമ്മത്തിൽ ദുഃഖമുണ്ട്, പ്രശ്നമുണ്ട്, കഷ്ടമുണ്ട്, കളങ്കമുണ്ട്. ഇത് തെറ്റായിട്ടുള്ള വഴിയാണ്. അത്തരം ആത്മക്ലേശം ഉണ്ടാക്കുന്ന തപസ്സിൽ ഏർപ്പെടാതിരിക്കുന്നത് ആ ധർമ്മം ദുഃഖത്തിൽ നിന്ന്, കഷ്ടത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കളങ്കത്തിൽ നിന്ന് മുക്തമാണ്. അത് ശരിയായിട്ടുള്ള മാർഗമാണ്. ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെടരുത്. അത് ഹീനമാണ്, ഗ്രാമ്യമാണ്, സാധാരണ ജനങ്ങളുടേതാണ്, അനാര്യന്മാരുടേതാണ്, അനർത്ഥത്തിന് കാരണമാണ്. അതേപോലെ തന്നെ കായക്ലേശമുണ്ടാക്കുന്ന കഠിനമായിട്ടുള്ള തപശ്ചര്യകളും ഏർപ്പെടരുത്. അത് ദുഃഖകരമാണ്, അനാര്യന്മാരുടേതാണ്, അനർത്ഥത്തിന് കാരണമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. ഈ രണ്ട് അതിയായിട്ടുള്ള കാര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് തഥാഗതൻ ആയിട്ടുള്ള സമ്യക് സംബുദ്ധൻ മധ്യം മാർഗത്തെ സ്വീകരിച്ചു. അതുമൂലം ചക്ഷു, ജ്ഞാനം, ശാന്തി, സ്വയജ്ഞാനം, സംബോധി, നിർവ്വാണം ഇവ ലഭിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാനതങ്ങനെ പറഞ്ഞത്? അത് ഈ ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ്. ഉദാഹരണമായിട്ട്
സമ്മാ ദിഠി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, सम्मा वायामो, सम्मा सति, सम्मा समाधि। ये दोनों आदियों को छोड़ते हुए तथागत संबुद्ध इस मध्य मार्ग को अपनाया। उसके कारण दर्शन मिलता है, ज्ञान मिलता है, शांति मिलता है, अपना ज्ञान मिलता है, संबोधि मिलता है और निर्वाण मिलता है। यही मैं बता रहा था एंड उसका बताने का उद्देश्य यही था। പ്രശംസ അതേപോലെ തന്നെ നിന്ദ എന്ന് നമ്മൾ അറിയണം. അതിനെ അറിഞ്ഞുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുക, എന്നിട്ട് ധർമ്മത്തെ മാത്രം പഠിപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാനതങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ധർമ്മത്തെ പഠിപ്പിക്കാതെ എപ്രകാരമാണ് അവിടെ സ്തുതിയും നിന്ദയും നടക്കുന്നത്? ഈ തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലരെ നിങ്ങൾ നിന്ദിക്കുകയാണ്. ഇന്ദ്രിയ സുഖവുമായിട്ട് ബന്ധപ്പെട്ട സുഖം എന്ന് പറയുന്നത് ഹീനമാണ്, ഗ്രാമ്യമാണ്, അതായത് ഗ്രാമത്തിലെ ധർമ്മമാണ്, പുതുജനിക സാധാരണ വ്യക്തികളുടേതാണ്, അനാര്യന്മാരുടേതാണ്, അനർത്ഥത്തിന് കാരണമാണ്. ഏതൊരു വ്യക്തി ഈ തരത്തിലുള്ള സുഖത്തിൽ ഏർപ്പെടുന്നുവോ ആ വ്യക്തിക്ക് വേദന, ദുഃഖം, കഷ്ടം, പ്രയാസം, കളങ്കം ഇവയെല്ലാം ഉണ്ടാകും. ഇത് തെറ്റായിട്ടുള്ള വഴിയാണ്. ഈ തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലരെ നിങ്ങൾ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയ സുഖവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സുഖം, സോമനസം ഇത് രണ്ടും ഹീനമാണ്, ഗ്രാമ്യമാണ്, പുതുജനികമാണ്, അനര്യൻ ആണ്, അനർത്ഥ സംഹിതമാണ്. ഏതൊരു വ്യക്തി ആ സുഖത്തെ ഉപേക്ഷിക്കുന്നുവോ ആ വ്യക്തി ദുഃഖത്തിൽ നിന്ന് മുക്തനാണ്, പ്രശ്നത്തിൽ നിന്ന്, കഷ്ടത്തിൽ നിന്ന്, കളങ്കത്തിൽ നിന്ന് മുക്തരാണ്. അവർ ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ചിലരെ നിങ്ങൾ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആത്മക്ലേശമുള്ള കഠിന തപശ്ചര്യകളിൽ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്, അനാര്യന്മാരുടേതാണ്, അനർത്ഥം ഉണ്ടാക്കുന്നതാണ്. ഏതൊരു വ്യക്തി ഇത്തരം കഠിനമായിട്ടുള്ള തപശ്ചര്യകളിൽ ഏർപ്പെടുന്നുവോ ആ വ്യക്തിക്ക് ദുഃഖമുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു, കളങ്കമുണ്ടാകുന്നു. അവർ തെറ്റായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. ഈ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലരെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം കഠിനമായിട്ടുള്ള തപശ്ചര്യകളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ദുഃഖമുണ്ടാക്കുന്നതാണ്, അനാര്യമാണ്, അനർത്ഥം ഉണ്ടാക്കുന്നതാണ്. ഏതൊരു വ്യക്തി ഇത്തരം ദുഃഖകരമായിട്ടുള്ള കായക്ലേശമായിട്ടുള്ള കഠിനമായിട്ടുള്ള തപശ്ചര്യകളിൽ നിന്ന് പിന്മാറുന്നുവോ ആ വ്യക്തി ദുഃഖത്തിൽ നിന്ന് ഒഴിവാകുന്നു, പ്രശ്നങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, കളങ്കങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. അവർ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിക്കുന്നത്. നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ചിലരെ നിങ്ങൾ നിന്ദിക്കുകയാണ്. ഏതൊരു വ്യക്തി ഭവസംയോജനത്തെ ഉപേക്ഷിച്ചില്ലയോ അവർക്ക് ദുഃഖമുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു, പ്രശ്നമുണ്ടാകുന്നു. അവർ തെറ്റായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ചിലരെ നിങ്ങൾ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു വ്യക്തി ഭവസംയോജനത്തെ ഇല്ലാതാക്കുന്നുവോ അവർ എല്ലാം തന്നെ ദുഃഖത്തിൽ നിന്ന് വിമുക്തരാണ്, പ്രശ്നങ്ങളിൽ നിന്ന്, കളങ്കത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് വിമുക്തരാണ്. അവർ ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. ഭിക്ഷുക്കളെ, ഇത്തരത്തിലാണ് നിന്ദയും പ്രശംസയും ഉണ്ടാകുന്നത്. പക്ഷേ ധർമ്മം ശരിയായിട്ടുള്ള രീതിയിലല്ല പഠിപ്പിക്കുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ ധർമ്മം പഠിപ്പിക്കാതെ നിന്ദയും പ്രശംസയും ഉണ്ടാക്കുന്ന വിധമാണ് മുകളിൽ പറഞ്ഞത്. ഭിക്ഷുക്കളെ, നിന്ദയും പ്രശംസയും ഇല്ലാതെ എങ്ങനെയാണ് ധർമ്മം മാത്രം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല. ഇന്ദ്രിയ സുഖങ്ങൾ, അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന സോമനസം അത് ഹീനമാണ്, ഗ്രാമ്യമാണ്, പുതുജനികമാണ്, അനര്യമാണ്, അനർത്ഥ സംഹിതമാണ് എന്ന് പഠിപ്പിക്കുന്നില്ല. അതെല്ലാം ദുഃഖത്തിന് കാരണമാണ്, പ്രശ്നത്തിന്, കളങ്കത്തിന്, ദോഷത്തിന് കാരണമാണ് എന്ന് പഠിപ്പിക്കുന്നില്ല. ഇത് തെറ്റായിട്ടുള്ള വഴിയാണ് എന്ന് പറയുന്നില്ല. അതിനു പകരം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ധർമ്മം പഠിപ്പിക്കുന്നത്. ആസക്തി എന്ന് പറയുന്ന ധർമ്മത്തിൽ എപ്പോഴും ദുഃഖമുണ്ട്, പ്രശ്നമുണ്ട്, കളങ്കമുണ്ട്, പ്രയാസമുണ്ട്. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. നമ്മൾ ഈ രീതിയിൽ പറയുന്ന സമയത്ത് നമ്മൾ ആരെയും പ്രശംസിക്കുന്നില്ല, അതേപോലെ തന്നെ നിന്ദിക്കുന്നുമില്ല. ഇതാണ് ശരിയായിട്ടുള്ള രീതിയിലുള്ള ധർമ്മം പഠിപ്പിക്കാനുള്ള മാർഗം. ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല. ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖവും സോമനസ്സവും അത് ഹീനമാണ്, ഗ്രാമ്യമാണ്, പുതുജനികമാണ്, അനര്യമാണ്, അനർത്ഥ സംഹിതമാണ്. അതിൽ നമ്മൾ ആസക്തരാകാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖത്തിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന്, കളങ്കത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടും. അവർ ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ പറയുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ
ആണ് ധർമ്മം പഠിപ്പിക്കേണ്ടത്. ആസക്തിയിൽ നിന്ന് വിടുതൽ, അതുതന്നെയാണ് ധർമ്മം. അതിനാൽ നമ്മൾക്ക് വേദനയുണ്ടാകുന്നില്ല, കഷ്ടമുണ്ടാകുന്നില്ല, പ്രശ്നമുണ്ടാകുന്നില്ല, കളങ്കമുണ്ടാകുന്നില്ല. അത് ശരിയായിട്ടുള്ള വഴിയാണ്. ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല, സ്വയം കായക്ലേശം കഠിന തപശ്ചര്യ ചെയ്യുന്നത് ദുഃഖമാണ്, അനര്യമാണ്, അനർത്ഥസംഹിതമാണ്. ഇങ്ങനെ ചെയ്യുന്ന കഠിന തപശ്ചര്യ ചെയ്യുന്ന എല്ലാവർക്കും ദുഃഖമുണ്ടാകും, കഷ്ടമുണ്ടാകും, പ്രയാസമുണ്ടാകും, കളങ്കമുണ്ടാകും. അവർ തെറ്റായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. എന്നാൽ ഇതിനു പകരം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ധർമ്മം പഠിപ്പിക്കേണ്ടത്. ആസക്തി എന്ന് പറയുന്ന ധർമ്മം അത് ദുഃഖകരമാണ്, പ്രയാസകരമാണ്, കഷ്ടകരമാണ്, കളങ്കമുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള മാർഗമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ധർമ്മം പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല, കായക്ലേശമുള്ള കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ ഏർപ്പെടുന്നത് ദുഃഖമാണ്, അനര്യമാണ്, അനർത്ഥസംഹിതമാണ്. അങ്ങനെ കായക്ലേശമുള്ള കഠിന തപശ്ചര്യ ചെയ്യാതിരിക്കുന്നവർ അവർ ദുഃഖത്തിൽ നിന്ന് വിമുക്തരാണ്, കഷ്ടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, കളങ്കത്തിൽ നിന്ന് വിമുക്തരാണ്. അവർ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്നാൽ അതിനു പകരമായിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ധർമ്മം പഠിപ്പിക്കുന്നത്. ആസക്തിയിൽ നിന്ന് വിടുതൽ നേരുന്നത് ഒരു ധർമ്മമാണ്. അതിനാൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകില്ല, പ്രശ്നമുണ്ടാകില്ല, ബുദ്ധിമുട്ടുണ്ടാകില്ല, കളങ്കമുണ്ടാകില്ല. അതാണ് ശരിയായിട്ടുള്ള മാർഗം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ധർമ്മം പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല, ഏതൊരു വ്യക്തി ഭവസംയോജനത്തെ ഉപേക്ഷിക്കുന്നില്ലയോ അവർക്ക് ദുഃഖമുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു, കളങ്കമുണ്ടാകുന്നു. അവർ തെറ്റായിട്ടുള്ള വഴിയിലൂടെയാണ് അഭ്യസിക്കുന്നത്. എന്നാൽ അതിനു പകരം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ധർമ്മം പഠിപ്പിക്കേണ്ടത്. ഭവസംയോജനത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ പുനർജന്മത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, ഭവത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പറയരുത്, ഭവസംയോജനത്തെ ആരെല്ലാം ഉപേക്ഷിക്കുന്നുവോ അവർ ദുഃഖങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കളങ്കങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു. അവർ ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. അതിനു പകരം നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞ് ധർമ്മം പഠിപ്പിക്കേണ്ടത്. ഭവസംയോജനം നിങ്ങൾ എപ്പോൾ ഉപേക്ഷിക്കുന്നുവോ ആ സമയത്ത് നിങ്ങൾ ഭവവും ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ പുനർജന്മവും ഉപേക്ഷിച്ചു. ഇപ്രകാരം പറഞ്ഞിട്ടാണ് നിങ്ങൾ ധർമ്മം പഠിപ്പിക്കേണ്ടത്. ഭിക്ഷുക്കളെ, ഇങ്ങനെ പറയുന്ന സമയത്ത് പ്രശംസയോ നിന്ദയോ ഉണ്ടാകുന്നില്ല. നിങ്ങൾ ധർമ്മം മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതിനാൽ നിങ്ങൾ പ്രശംസയെ അറിയണം, നിന്ദയെ അറിയണം. ഇതിനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവയെ ഉപേക്ഷിക്കണം. എന്നിട്ട് ധർമ്മം മാത്രം പഠിപ്പിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ സുഖത്തെ വിശ്ലേഷണം ചെയ്ത് അറിയണം. പലതരത്തിലുള്ള സുഖത്തെപ്പറ്റി നിങ്ങൾ അറിയണം. അത് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അകത്തുള്ള സുഖത്തെ നിങ്ങൾ പിന്തുടരണം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? ഭിക്ഷുക്കളെ, ഈ 5 തരത്തിലുള്ള കാമഗുണങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഉണ്ട്. ആ 5 ഏതാണ്? ചക്ഷുവിനാൽ കാണപ്പെടുന്ന രൂപം, അത് ഇഷ്ടമുള്ളതാണ്, അനുകൂലമാണ്, മനസ്സിനിണങ്ങിയതാണ്, കാമത്തെ ഉണ്ടാക്കുന്നതാണ്, ഉത്തേജനം നൽകുന്നതാണ്. കാതിനാൽ അറിയപ്പെടുന്ന ശബ്ദം, മൂക്കിനാൽ അറിയപ്പെടുന്ന ഗന്ധം, നാവിനാൽ അറിയപ്പെടുന്ന രുചി, ശരീരത്താൽ അറിയപ്പെടുന്ന സ്പർശം, അതെല്ലാം ഇഷ്ടമുള്ളതാണ്, അനുകൂലമാണ്, മനസ്സിന് ഇണങ്ങിയതാണ്, സുഖമുള്ളതാണ്, കാമത്തെ ഉണ്ടാക്കുന്നതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്. ഭിക്ഷുക്കളെ, ഇതിനെയാണ് 5 കാമഗുണങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യം കോ ഭിഖവേ ഇമേ പഞ്ച കാമഗുണ പഠിച്ച ഉപജ്ജതി സുഖം സോമനസം ഇതം വുച്ചതി കാമസുഖം. ഭിക്ഷുക്കളെ, ഈ 5 കാമഗുണങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ട് ഏതൊരു സുഖം അല്ലെങ്കിൽ സോമനസം ഉണ്ടാകുന്നുവോ അതിനെയാണ് കാമസുഖം അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖം എന്ന് പറയുന്നത്. ഇതിന് വേറെ ചില പേരുകൾ കൊടുത്തിട്ടുണ്ട്. മിൽഹാ സുഖം, അഴുക്കുള്ള സുഖം, പൊതുജന സുഖം, സാധാരണ വ്യക്തികളുടെ സുഖം, അനരിയ സുഖം, അനാര്യരായിട്ടുള്ള വ്യക്തികളുടെ സുഖം, അതായത് മുക്തി നേടാത്ത വ്യക്തികളുടെ സുഖം. ന ആസേവിദബ്ബം, ഇതിനെ ഒരിക്കലും സേവിക്കരുത്, അതായത് ഇതിനെ ഒരിക്കലും അനുഭവിക്കരുത്. ന ഭാവേദബ്ബം, ഇതിനെ ഭാവന ചെയ്യരുത്, ഇതിനെ ധ്യാനിക്കരുത്. ന ബഹുലീകതബ്ബം, ഇതിനെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത്. ഭായിദബ്ബം, ഇവയെ എപ്പോഴും ഭയപ്പെടണം. ഏതസ്സ സുഖസാദി വദാമി, ഈ സുഖങ്ങളെയെല്ലാം നിങ്ങൾ ഭയപ്പെടണം. അതായത് ഈ 5 ഇന്ദ്രിയ സുഖങ്ങളെയും നമ്മൾ ഭയപ്പെടണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കാമം ഇല്ലാതെ, അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ
വിതർക്ക വിചാര പീതി സുഖം നേടിക്കൊണ്ട് ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. വിതർക്ക വിചാരത്തെ ഒഴിവാക്കിയവർ രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. പ്രീതിയെ ഒഴിവാക്കിയവർ മൂന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. സുഖത്തെ ഒഴിവാക്കിയവർ നാലാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഇതം വുച്ഛതി നെക്കമ്മ സുഖം. ഇതിനെ നിഷ്ക്രമ സുഖം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സന്യാസിമാരുടെ സുഖം എന്നാണ് പറയുന്നത്. പവിവേക സുഖം, ഇന്ദ്രിയങ്ങൾ അല്ലാത്ത സുഖം. ഉപശമ സുഖം, ശാന്തി തരുന്ന സുഖം. സംബോധി സുഖം, സംബോധി ഉണ്ടാക്കുന്ന സുഖം. ഈ സുഖങ്ങളെ ആസേവിദബ്ബം, ഇതിനെ വീണ്ടും വീണ്ടും സേവിക്കണം. ഭാവേദബ്ബം, ഇതിനെ ഭാവന ചെയ്യണം. ബഹുലീകാദബ്ബം, ഇതിനെ വർദ്ധിപ്പിക്കണം. നാഭായിദബ്ബം, ഇതിനെ ഒരിക്കലും ഭയപ്പെടരുത്. ഏതസ് സുഖസ്സ വദാമി, ഈ സുഖത്തിനെ ഒരിക്കലും ഭയപ്പെടരുത് എന്ന് ഞാൻ പറയുന്നു. അതായത് ഇത്തരമുള്ള ധ്യാനത്തിൻ്റെ സുഖങ്ങൾ വരുന്ന സമയത്ത് ആദിനവോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇതിനെ ഭയപ്പെടരുത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് സുഖത്തെ തരംതിരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞുകൊണ്ട് ഉള്ളിലുള്ള സുഖത്തെ തേടണം. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ള കാരണം ഇതാണ്. ഒരിക്കലും വ്യക്തികളുടെ പുറകിൽ അവരെപ്പറ്റി പറയരുത്. അതുകൂടാതെ അവരുടെ മുന്നിൽ മുഖമടച്ചതുപോലെ കാര്യങ്ങൾ പറയുകയും ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? നിങ്ങൾ മറ്റുള്ളവരുടെ പുറകിൽ സംസാരിക്കുന്ന സമയത്ത് അത് അസത്യമാണ്, തെറ്റാണ്, അനർത്ഥമാണ് എന്ന് നിങ്ങൾ അറിയുകയാണ്. അങ്ങനെ അറിയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. നിങ്ങൾ ആരുടെയും പുറകിൽ അവരെപ്പറ്റി സംസാരിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ സത്യമാണ്, ശരിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അത് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടി പഠിക്കണം. നിങ്ങൾ മറ്റൊരാളെ പറ്റി അയാളുടെ പുറകിൽ സംസാരിക്കുന്ന സമയത്ത് അത് സത്യമാണ്, ശരിയാണ്, ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള സമയം നോക്കി മാത്രമേ സംസാരിക്കാവൂ. നിങ്ങൾ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി മുഖമടിച്ചതുപോലെ പറയുകയാണ്, ആ കാര്യങ്ങൾ അസത്യമാണ്, തെറ്റാണ്, അനർത്ഥമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇങ്ങനെ അറിയുകയാണ്, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി മുഖമടിച്ചതുപോലെ വർത്തമാനം പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, ശരിയാണ്, പക്ഷേ അനർത്ഥകരമാണ് എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കാൻ അഭ്യസിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ മുഖമടിച്ച് പറയുന്ന സമയത്ത് ആ കാര്യങ്ങൾ സത്യമാണ്, ശരിയാണ്, ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള സമയത്ത് മാത്രമേ അത് പറയാവൂ. ഒരിക്കലും ആൾക്കാരുടെ പിറകിൽ അവരെ പറ്റി സംസാരിക്കരുത്. അവരുടെ മുന്നിൽ വെച്ച് മുഖമടച്ചതുപോലെ സംസാരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനുള്ള കാരണം ഇതാണ്. അതിവേഗം സംസാരിക്കരുത്, വളരെ പതുക്കിയും സംസാരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? നിങ്ങൾ വളരെ വേഗം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാകും, നിങ്ങളുടെ മനസ്സിന് പ്രയാസമുണ്ടാകും, നിങ്ങളുടെ വാക്കുകൾക്ക് പ്രശ്നമുണ്ടാകും, നിങ്ങളുടെ തൊണ്ട വേഗം കേടുവരുന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ വ്യക്തമായിരിക്കില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. നിങ്ങൾ അധികം വേഗത്തിലല്ല നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ശരീരം ഒരിക്കലും ക്ഷീണിക്കില്ല, നിങ്ങളുടെ മനസ്സിന് പ്രയാസമുണ്ടാകില്ല, നിങ്ങളുടെ വാക്കുകൾക്ക് പ്രശ്നമുണ്ടാകില്ല, നിങ്ങളുടെ തൊണ്ടയ്ക്ക് കേട് സംഭവിക്കില്ല. അതുകൂടാതെ നിങ്ങളുടെ ശബ്ദം വളരെ വ്യക്തമാണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതിനാലാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും വേഗത്തിൽ സംസാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പറയാനുള്ള കാരണം ഇതാണ്. പ്രാദേശിക ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. അതുകൂടാതെ പൊതുജന ഭാഷ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? എങ്ങനെയാണ് നിങ്ങൾ പ്രാദേശിക ഭാഷ മാത്രം സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത്, പൊതുജന ഭാഷ ഉപയോഗിക്കാത്തത്? എന്തെന്നാൽ പല സ്ഥലങ്ങളിലും ഒരേ സാധനത്തിൻ്റെ പേര് പലതരത്തിലാണ്. ഉദാഹരണമായിട്ട് പ്ലേറ്റ്, ബോൾ, കപ്പ്, ഡിഷ്, ബേസിൻ, ടുറീൻ, പൊറിഞ്ചർ, ഇങ്ങനെ പല സ്ഥലത്തും അതിൻ്റെ പേരുകൾ പലതാണ്. എന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നിട്ട് അതിനോട് ഒട്ടിച്ചേരുന്നു, എന്നിട്ട് അത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ എന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാദേശിക ഭാഷ മാത്രം ഉപയോഗിക്കുന്നത്, പൊതുജനങ്ങളുടെ ഭാഷ ഉപയോഗിക്കാത്തത്. എങ്ങനെയാണ് നിങ്ങൾ പ്രാദേശിക ഭാഷ വേണമെന്ന് പറയുന്നത്, പൊതുജന ഭാഷ ഉപയോഗിക്കുന്നത്? പല പ്രദേശത്തും ഒരേ സാധനത്തിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പ്ലേറ്റ്, ബോൾ, കപ്പ്, ഡിഷ്, ബേസിൻ, ടുറീൻ, പൊറിഞ്ചർ.
പല സ്ഥലങ്ങളിലും അത് പല രീതിയിലാണ് അതിനെപ്പറ്റി പറയുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ അതിനെ പറയണം. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ മനസ്സിലാക്കണം, ഈ ആയുഷ്മാന്മാർ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാദേശിക ഭാഷ ഉപയോഗിക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നില്ല, പൊതുജന ഭാഷ ഉപയോഗിക്കാതിരിക്കുന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാദേശിക ഭാഷ ഉപയോഗിക്കരുത്, പൊതുജന ഭാഷ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ള കാരണം ഇതാണ്. ഭിക്ഷുക്കളെ, ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സുഖം സൗമനസം എന്ന് പറയുന്നത് ഹീനമാണ്, ഗ്രാമ്യമാണ്, പുതുജനികോ, അനര്യമാണ്, അനർത്ഥസംഹിതമാണ്. ആ ധർമ്മത്തിൽ വേദനയുണ്ട്, കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കളങ്കമുണ്ട്. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. അതിനാൽ ആ ധർമ്മം അശാന്തമായിട്ടുള്ള ധർമ്മമാണ്. ഇന്ദ്രിയക്ഷേത്രങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള സുഖം സോമനസം അതിനെ നമ്മൾ ഇല്ലാതാക്കണം. അത് ഹീനമാണ്, ഗ്രാമ്യമാണ്, പുതുജനികമാണ്, അനര്യമാണ്, അനർത്ഥ സംഹിതമാണ്. ധർമ്മത്തെ നമ്മൾ സേവിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, കഷ്ടത്തിൽ നിന്ന്, കളങ്കത്തിൽ നിന്ന് മുക്തരാകും. അത് ശരിയായിട്ടുള്ള വഴിയാണ്. അതിനാൽ ഈ ധർമ്മം ശാന്തിപ്രദമായിട്ടുള്ള ധർമ്മമാണ്. കായക്ലേശമുള്ള കഠിന തപശ്ചര്യയാൽ ഏർപ്പെടുന്നത് ദുഃഖകരമാണ്, അനര്യമാണ്, അനർത്ഥ സംഹിതമാണ്. ആ ധർമ്മത്തിൽ ദുഃഖമുണ്ട്, പ്രശ്നമുണ്ട്, കുഴപ്പമുണ്ട്, കളങ്കമുണ്ട്. ഇത് തെറ്റായിട്ടുള്ള മാർഗമാണ്. അതുകൊണ്ട് ഈ ധർമ്മം അശാന്തമാണ്. കായക്ലേശമുണ്ടാക്കുന്ന കഠിനമായിട്ടുള്ള തപശ്ചര്യയിൽ ഏർപ്പെടാതിരിക്കുന്നത്, ആ ധർമ്മം എന്ന് പറയുന്നത് വേദനയില്ലാത്തതാണ്, കഷ്ടമില്ലാത്തതാണ്, പ്രശ്നമില്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്. അത് ശരിയായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഈ ധർമ്മം ശാന്തമാണ് എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, ഭഗവാൻ പറഞ്ഞിട്ടുള്ള, തഥാഗതൻ പറഞ്ഞിട്ടുള്ള ഈ മധ്യമമായിട്ടുള്ള മാർഗം, അതുമൂലം നമ്മൾക്ക് ചക്ഷു ഉണ്ടാകുന്നു, ജ്ഞാനമുണ്ടാകുന്നു, ശാന്തി ഉണ്ടാകുന്നു, നേരിട്ടുള്ള അറിവുണ്ടാകുന്നു, സംബോധമുണ്ടാകുന്നു, നിർവ്വാണമുണ്ടാകുന്നു. ഈ ധർമ്മം ദുഃഖമില്ലാത്തതാണ്, കഷ്ടമില്ലാത്തതാണ്, പ്രശ്നമില്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്. ഇത് ശരിയായിട്ടുള്ള മാർഗമാണ്. അതിനാൽ ഈ ധർമ്മം ശാന്തമായിട്ടുള്ള ധർമ്മമാണ്. ധർമ്മത്തെ പഠിപ്പിക്കാതെ പ്രശംസയും നിന്ദയും ചെയ്യുന്നത്, ആ ധർമ്മം ദുഃഖകരമാണ്, കഷ്ടമുണ്ടാക്കുന്നതാണ്, പ്രശ്നമുണ്ടാക്കുന്നതാണ്, കളങ്കമുണ്ടാക്കുന്നതാണ്. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ഈ ധർമ്മം അശാന്തമാണ്. നമ്മൾ ആരെയും പ്രശംസിക്കുന്നില്ല, നിന്ദിക്കുന്നില്ല, ധർമ്മത്തെ മാത്രം നമ്മൾ സംസാരിക്കുന്നു. ആ ധർമ്മം ദുഃഖമില്ലാത്തതാണ്, പ്രശ്നമില്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്. അത് ശരിയായിട്ടുള്ള വഴിയാണ്. ഈ ധർമ്മം ശാന്തമായിട്ടുള്ള ധർമ്മമാണ്. ഭിക്ഷുക്കളെ, ഈ കാമസുഖങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ മിഥ്യാസുഖം, അഴുക്ക് നിറഞ്ഞതാണ്. പൊതുജന സുഖം സാധാരണ ജനങ്ങളുടെ സുഖമാണ്. അനര്യ സുഖം അനാര്യന്മാരുടെ സുഖമാണ്. ഈ ധർമ്മം ദുഃഖം നിറഞ്ഞതാണ്, പ്രശ്നം നിറഞ്ഞതാണ്, കഷ്ടം നിറഞ്ഞതാണ്, കളങ്കം നിറഞ്ഞതാണ്, തെറ്റായിട്ടുള്ള വഴിയാണ്. അതിനാൽ ഈ ധർമ്മം അശാന്തമാണ്. ഭിക്ഷുക്കളെ, നിഷ്ക്രമത്തിൻ്റെ സുഖം, പവിവേക സുഖം, അതായത് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ സുഖം, ഉപശമ സുഖം അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള സുഖം, സംബോധി സുഖം, സംബോധി തരുന്ന സുഖം, ഈ ധർമ്മങ്ങൾ ദുഃഖമില്ലാത്തതാണ്, കഷ്ടമില്ലാത്തതാണ്, പ്രശ്നമില്ലാത്തതാണ്, കളങ്കമില്ലായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ഈ ധർമ്മങ്ങൾ ശാന്തമായവയാണ്. ഭിക്ഷുക്കളെ, ഏതെങ്കിലും വ്യക്തിയുടെ പുറകിൽ പോയി അവരെപ്പറ്റി തെറ്റായിട്ടുള്ള, നുണയായിട്ടുള്ള, അനർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ ആ ധർമ്മത്താൽ ദുഃഖമുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു, പ്രശ്നമുണ്ടാകുന്നു, കളങ്കമുണ്ടാകുന്നു. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ആ ധർമ്മം അശാന്തമാണ്. മറ്റുള്ളവരെ പറ്റി അവരുടെ പുറകിൽ സത്യമാണ് പറയുന്നത്, ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, പക്ഷേ അനർത്ഥകരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എങ്കിൽ ആ ധർമ്മം എന്നുള്ളത് കൊണ്ട് ദുഃഖം, കഷ്ടം, കളങ്കം, പ്രശ്നം ഇവ ഉണ്ടാകുന്നു. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ആ ധർമ്മം അശാന്തമാണ്. ആരുടെയെങ്കിലും പുറകിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സത്യമാണ് പറയുന്നത്, ശരിയായിട്ടുള്ള കാര്യമാണ്, ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എങ്കിൽ ആ ധർമ്മം ദുഃഖമില്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്, പ്രശ്നമില്ലാത്തതാണ്, കുഴപ്പമില്ലാത്തതാണ്. അത് ശരിയായിട്ടുള്ള മാർഗമാണ്. അതുകൊണ്ട് ഈ ധർമ്മം പ്രശ്നമില്ലാത്തതാണ്. ആരുടെയെങ്കിലും മുന്നിൽ മുഖമടച്ചതുപോലെ നുണയുള്ള, തെറ്റായിട്ടുള്ള, അനർത്ഥമായിട്ടുള്ള കാര്യം സംസാരിക്കുകയാണെങ്കിൽ ആ ധർമ്മം മൂലം ദുഃഖമുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു, വേദനയുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് തെറ്റായിട്ടുള്ള വഴിയാണ്.
ആ ധർമ്മം അശാന്തമാണ്. ആരുടെയെങ്കിലും മുന്നിൽ മുഖമടച്ചതുപോലെ നമ്മൾ സത്യമാണ് പറയുന്നത്, ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, പക്ഷേ അനർത്ഥകരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എങ്കിൽ ആ ധർമ്മത്തിനാൽ ദുഃഖമുണ്ടാകുന്നു, കഷ്ടമുണ്ടാകുന്നു, പ്രശ്നമുണ്ടാകുന്നു, കളങ്കമുണ്ടാകുന്നു. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. അതിനാൽ ഈ ധർമ്മത്തിൽ അശാന്തിയുണ്ട്. ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് അവരെപ്പറ്റി ശരിയായിട്ടുള്ള കാര്യം, സത്യമായിട്ടുള്ള കാര്യം, ഗുണകരമായിട്ടുള്ള കാര്യം ആണ് പറയുന്നത്. ഈ ധർമ്മം ദുഃഖമില്ലാത്തതാണ്, കഷ്ടമില്ലാത്തതാണ്, പ്രശ്നമില്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്, ശരിയായിട്ടുള്ള വഴി തന്നെയാണ്. അതുകൊണ്ട് ഈ ധർമ്മം ശാന്തമാണ്. നമ്മൾ വേഗത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ആ ധർമ്മം മൂലം നമ്മൾക്ക് ദുഃഖം, കഷ്ടം, പ്രശ്നം, കളങ്കം ഇവയുണ്ടാവും. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ഈ ധർമ്മം അശാന്തമായിട്ടുള്ള ധർമ്മമാണ്. വളരെ വേഗത്തിലല്ലാതെ സംസാരിക്കുക, ആ ധർമ്മം ദുഃഖമില്ലാത്തതാണ്, കഷ്ടമില്ലാത്തതാണ്, പ്രയാസമില്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്. അത് ശരിയായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഈ ധർമ്മം ശാന്തമാണ് എന്ന് പറയുന്നത്. പ്രാദേശിക ഭാഷ മാത്രം ഉപയോഗിക്കണമെന്ന് പറയുകയും ജനത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ ധർമ്മം ദുഃഖമുണ്ടാക്കുന്നതാണ്, കഷ്ടമുണ്ടാക്കുന്നതാണ്, പ്രയാസമുണ്ടാക്കുന്നതാണ്, കളങ്കമുണ്ടാക്കുന്നതാണ്. അത് തെറ്റായിട്ടുള്ള വഴിയാണ്. ഈ ധർമ്മത്തിൽ അശാന്തിയുണ്ട്. പ്രാദേശിക ഭാഷ ഉപയോഗിക്കണമെന്ന് ശാഠ്യം പിടിക്കാതിരിക്കുക, സാധാരണ ജനഭാഷ മാത്രം ഉപയോഗിക്കുക. ഈ ധർമ്മത്തിൽ ദുഃഖമില്ല, വേദനയില്ല, കഷ്ടമില്ല, പ്രശ്നമില്ല. അത് ശരിയായിട്ടുള്ള വഴിയാണ്. അതിനാൽ ഈ ധർമ്മം ശാന്തമായിട്ടുള്ള ധർമ്മമാണ്. ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം. ശാന്തമായിട്ടുള്ള ധർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. അശാന്തമായിട്ടുള്ള ധർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. ഇത് അറിഞ്ഞുകൊണ്ട് ശാന്തമായിട്ടുള്ള ധർമ്മത്തെ നമ്മൾ അഭ്യസിക്കണം. ശാന്തമായിട്ടുള്ള വഴിയിലൂടെ നമ്മൾ പോകണം. ഭിക്ഷുക്കളെ, കുലപുത്തനായിട്ടുള്ള സുബൂതി എന്ന ഭിക്ഷു ശാന്തമായിട്ടുള്ള വഴിയിലൂടെയാണ് അഭ്യസിക്കുന്നത്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ തൃപ്തരായി ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ അഭിനന്ദിച്ചു. അരണവിഭംഗ സൂത്തം നിഠിതം. ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് ഏതേത് രീതിയിൽ പഠിപ്പിക്കണം എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നിന്ദിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യരുത്. ധർമ്മം മാത്രം പഠിപ്പിക്കണം. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള സുഖമെന്ത്, തെറ്റായിട്ടുള്ള സുഖമെന്ത് എന്നും ഈ സൂത്രം പറയുന്നുണ്ട്. അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മൾക്ക് അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.